ഫാർമക്കോളജി എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് പാസ്സാവാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മീ നിങ്ങളുടെ സ്വന്തം ഫാത്തിമ റഫീഖ്. അപ്പോൾ ഇന്നലെ ഞാനൊരു പോൾ ഇട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. വാട്ട് ഡു ഗൈസ് എക്സ്പെക്ട് ഫ്രം മീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ എന്നുള്ള രീതിക്കായിട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് DDS റിലേറ്റഡ് കണ്ടന്റ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോക്ക് ഫാർമക്കോളജി എപ്പിസോഡ് 1-ലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലാണ് ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഫാർമക്കോളജി എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, പേപ്പർ എങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. ബിക്കോസ് നല്ലോണം പഠിച്ചിട്ട് എല്ലാം അറിയാം, ബട്ട് എക്സാം എങ്ങനെ എഴുതണം, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാണ്ട് മാർക്ക് കുറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഏറ്റവും ലാസ്റ്റ് വരെ നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഫാർമക് സബ്ജക്റ്റ് ഈസിയാണ്. ഈ സംഭവം എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിലേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ച വഴിയെന്ന് എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ബിക്കോസ് ഞാൻ ഫാർമക്ക് പഠിക്കാൻ തുടങ്ങിയത് നമ്മൾ എക്സാമിന് 7 days മുമ്പാണ്. ആകെ 7 days കൊടുത്തിട്ടാണ് ഞാൻ ഫാർമക്കോളജി പഠിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. ഫാർമക്ക് സബ്ജക്റ്റ് എന്താണെന്നേ ഞാൻ അറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മുമ്പേ എൻ്റെ അടുത്ത് ഒരാൾ ഒന്നെന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്സ് പറഞ്ഞു തരുന്നത്. ഫാർമക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഐ മെയിൻലി യൂസ് 2 books. ത്രിപാഠിയുടെ ഒരു ബുക്കും താരയുടെ ഒരു ബുക്കും. These are the books I used to study ഫാർമക്. ഞാൻ മെയിൻ ടെക്സ്റ്റ് ബുക്ക് താരയുടെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ത്രിപാഠിയുടെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ദാറ്റ്സ് ഫൈൻ. ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ബുക്ക് ഉണ്ട്, ഒരു പോക്കറ്റ് ബുക്കാണ്, ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ ഫുള്ളായിട്ട് നമ്മൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ പഠിക്കണോ, ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അത് മൊത്തം അതിലുണ്ട്. സത്യം പറഞ്ഞാൽ ഫാർമക്കോളജിയിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 40 ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഇൻഷാല്ലാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഞാൻ വീട്ടിലുള്ള ഹോസ്റ്റലാണ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഹോസ്റ്റലിൽ എത്തിയിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 ഡ്രഗ് ക്ലാസിഫിക്കേഷൻസും പിന്നെ നമ്മുടെ ജനറൽ ഫാർമക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ പാർട്ട് 2-ൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ 3 ഞാൻ ഫാർമക്കോളജീനെ ഇപ്പോൾ ഡിവൈഡ് ആക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ജനറൽ ഫാർമക്കോളജിയാണ്, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഡെന്റൽ ഫാർമക്കോളജിയാണ്. പിന്നെയാണ് നമ്മൾ നടുവിൽ വരുന്ന ബാക്കിയൊക്കെ. അതിലാണ് മെയിൻ ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നത്. ഈ ജനറൽ ഫാർമക്കോളജി ഈസിയാണ്, പിന്നെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നത് വെരി തെറ്റായ ഒരു കാര്യമാണ്. ജനറൽ ഫാർമക്കോളജി ഇമ്പോർട്ടൻ്റ്. അതിൽ ഫാർമക്കോ കൈനറ്റിക്സ് ആയാലും ഫാർമക്കോ ഡൈനാമിക്സ് ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് ജനറൽ ഫാർമക്കോളജി. 5 മാർക്കിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പാർട്ട് 2-ൽ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഡെന്റൽ ഫാർമക്കോളജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. ലൈക്ക് മൗത്ത് വാഷ്, പിന്നെ ടൂത്ത് പേസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ആസ്ട്രിഞ്ചൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഡെന്റൽ ഫാർമക്കോളജി. ലാസ്റ്റ് വരുന്ന ചെലേറ്റിംഗ് ഏജൻസ്, ഇതൊക്കെ സത്യം പറഞ്ഞാണല്ലോ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങളെല്ലാവരും എന്നുള്ള രീതിക്ക് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അതിൽ. ലൈക്ക് എൻ്റെ എക്സാം ടൈമിന് 3 മാർക്സിന് 2 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. 6 മാർക്സ് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പാർട്ടാണ് ഡെന്റൽ ഫാർമക്കോളജി. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് പഠിക്കണം. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ നടുവിലത്തെ ഭാഗം. ഡ്രഗ് ക്ലാസിഫിക്കേഷൻ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഫുൾ ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാർമക്കോളജി എക്സാം എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഒരു 10 മാർക്ക് 5 മാർക്ക് നിങ്ങൾക്ക് ജനറൽ ഫാർമക്കോളജിയിൽ നിന്ന് കിട്ടും. ഒരു 5 മാർക്ക് 6 മാർക്ക് നിങ്ങൾക്ക് ഡെന്റൽ ഫാർമക്കോളജിയിൽ നിന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള മാർക്സ് അത് നിങ്ങൾ ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കിന് പറഞ്ഞത് ത്രിപാഠിയുടെ, അതങ്ങ് ഇരുന്ന് പഠിക്കുക. 40 ക്ലാസിഫിക്കേഷൻ, 42 ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അത് തന്നെ അങ്ങ് ബൈഹാർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫാർമക്കോളജി എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ എളുപ്പമാണ്. പാസ്സാവാൻ കേട്ടോ, ടോപ്പർ ആവാൻ ഞാൻ പറയില്ലേ, പാസ്സാവാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ഫാർമക്കോളജിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രഗ് പറഞ്ഞിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ മെയിനായിട്ട് അതിൽ പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് ആക്ഷൻ, ഡ്രഗ് യൂസ്, അഡ്വേഴ്സ് ഇഫക്ട്സ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. ഇത്രയാണ് സംഭവം ആ ഡ്രഗിന്റെ പഠിക്കാനുള്ളത്. ഫാർമക്കോളജി എക്സാം പേപ്പർ നമ്മൾ എഴുതാനുണ്ടെങ്കിലോ നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് എക്സാമിന് ടൈം ബാക്കിയുണ്ടാവും. ബിക്കോസ് എഴുതാൻ അത്രേ ഉള്ളൂ. ഓൺ ദ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൺ ടു ദ പോയിന്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ചെയ്തു. നമുക്ക് നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയുന്നില്ല എന്ന് വിചാരിച്ചു, സോ ഓക്കെ. അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെ നമുക്ക് തട്ടിവിടാൻ പറ്റുന്നതേ ഉള്ളൂ. ലൈക്ക് ഹെഡ് ഏക്ക്, ഡിസിനസ്, ടാക്കിക്കാർഡിയ, ബ്രൈഡിക്കാർഡിയ, ന്യൂസിയ, വോമിറ്റിംഗ്, ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ഫാർമക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉറപ്പായിട്ടും അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ 40 ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് മാത്രമായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ചു തുടങ്ങിക്കും. ഞാൻ അപ്പോൾ വിചാരിച്ചത് ഈ 7 ദിവസത്തിൽ പത്തൊരു 10 ദിവസം ഉണ്ടായിരുന്നു എനിക്ക് മര്യാദയ്ക്ക് പഠിക്കായിരുന്നു. ബിക്കോസ് 7 ദിവസത്തിലാണ് ഞാൻ 40 ക്ലാസിഫിക്കേഷൻസ് മൊത്തത്തിൽ ഇരുന്ന് ബൈഹാർട്ട് ചെയ്തതും അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് ഇഫക്ട്സ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ഡ്രഗ് യൂസ്, ഇത് മൊത്തം ബൈഹാർട്ട് ചെയ്തതും ഡെന്റൽ ഫാർമക്കോളജി ബൈഹാർട്ട് ചെയ്തതും ജനറൽ ഫാർമക്കോളജി ഇതൊക്കെ 7 ദിവസത്തിലായിരുന്നു. എനിക്ക് സമയം തികഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇനിയൊരു കുറച്ച് ദിവസം കൂടി കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ പറയാണ് ഏറ്റവും ലാസ്റ്റിലേക്ക് വെക്കണ്ട. ഞാനൊക്കെ വിചാരിച്ചു വർക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാം, വർക്ക് കഴിഞ്ഞ് എക്സാമിന് പഠിക്കാൻ തുടങ്ങാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ വർക്ക് കൈ ഉണ്ടാവില്ല, സെക്കൻഡ് ഇയർ ഭയങ്കര ഹെക്റ്റിക്കാണ്, വർക്ക് കൈ ഉണ്ടാവില്ല, നിങ്ങൾ പഠിക്കാൻ തുടങ്ങില്ല. ഞാൻ പറയാം ജസ്റ്റ് ഒരു ½ an hour നിങ്ങൾ ഒരു ദിവസത്തിൽ ഈ ഫാർമക്ക് മാത്രം നോക്കി തുടങ്ങിയാൽ മതി. ബാക്കിയുള്ള നിങ്ങൾ ഇന്റർണൽ എക്സാമിന് ഒരു ദിവസം മുമ്പ് ഇരുന്ന് പഠിച്ചാലും തീരാവുന്ന അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫാർമക്കാകുമ്പോൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം നല്ലോണത്തിൽ. അതിന് കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാൻ കുറച്ച് പൊട്ടത്തരം ട്രിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈസിയായി പഠിക്കുന്നത്.
പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന മെയിൻ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു രണ്ട് ലെഗിന്റെ പേര് വന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും. അങ്ങനത്തെ അത് കുറച്ച് എനിക്ക് തോന്നുന്നു ടോട്ടലായിട്ടൊരു മാക്സിമം ഒരു 10 ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 4-5 അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യൂ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ ഏതൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ബിക്കോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നോട്ട് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഹോസ്റ്റലല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാം എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് എഴുതാം. ബിക്കോസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊഫസർ എന്ന് പറയുന്നത് കുറേ ഒരു 1000 പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ മടുത്തു പോകുന്ന ആളായിരിക്കും. ആ സമയത്ത് അറിയാത്ത പുറത്തൊക്കെ ഫസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഈ കൊച്ചു പഠിച്ചിട്ടൊന്നല്ലേ എഴുതി വെറുതെ വന്നിരുന്നെന്ന് വിചാരിച്ചിട്ട് കുറയ്ക്കും. പേപ്പർ ഇംപ്രഷൻ പോയി അവിടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, അറിയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതാം. അറിയാത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് വെക്കുക. അത് 10 മാർക്കിന് വെച്ചിട്ട് 5 മാർക്കിന് വെച്ചിട്ട് 3 മാർക്കിന് ശരി. അറിയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതാം. ഓക്കെ, സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഴ്സീവ് ഹാൻഡ് റൈറ്റിംഗ് ഒഴിവാക്കാം. കഴിയുന്നതും കേഴ്സീവിൽ എഴുതാണ്ടിരിക്കുക. ബിക്കോസ് അവർ എത്ര എഫേർട്ട് ഇട്ടിട്ട് വായിച്ച് പോകണമെന്നില്ല. പിന്നെ തേർഡ് ടിപ്പ് എന്ന് വെച്ചാൽ കഴിയുന്നതും ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക. ഡയഗ്രാംസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്വന്തമായിട്ട് വരച്ചിട്ടുണ്ടായിക്കോ ഡയഗ്രാംസ്. ആരും പറഞ്ഞു തരുമൊന്നുമില്ല. ടെക്സ്റ്റിൽ ഡയഗ്രാം ഇല്ല, കുഴപ്പമില്ല, സ്വന്തമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനെ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദിസ് ഡയഗ്രാം, ദിസ് എക്സ്പ്ലനേഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്തു, കുഴപ്പമില്ല. കഴിയുന്നത് നിങ്ങൾ ഡയഗ്രാം ഇൻക്ലൂഡ്. 10 മാർക്കിൻ്റെ ഡയഗ്രാം എന്തായാലും വേണം, അത് ഏത് സബ്ജക്റ്റ് ആയാലും ശരി. പിന്നെ ഫാർമക്കോളജിയിലാകുമ്പോൾ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ. ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം എക്സാമിന് സബ് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയുന്നില്ല എന്ന് വിചാരിച്ചു. എൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദിസ് ഡ്രഗ് അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്. പക്ഷെ എനിക്ക് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയില്ല. പക്ഷേ അഡ്വേഴ്സ് എഫക്ട്സ് എനിക്ക് തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും എഴുതാൻ അറിയാം. എൻ്റെ യൂസ് അറിയാം. അപ്പോൾ ഞാൻ ചെയ്തു അറിയുന്ന കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. അതുകൂടാതെ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ക്ലാസിഫിക്കേഷൻ എഴുതി. ആ ക്ലാസിഫിക്കേഷൻ മൊത്തം ചാർട്ടൊന്ന് ഞാൻ എഴുതി വെച്ചോളാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ലൈക്ക് ഒരു ചിലപ്പോൾ ചോദിച്ചത് 2 എക്സാമ്പിൾസ് ഓഫ് ദിസ് ഡ്രഗ് എന്നായിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് ക്ലാസിഫിക്കേഷൻ മൊത്തം അറിയും. ഞാൻ ക്ലാസിഫിക്കേഷൻ മൊത്തം എഴുതി വെക്കും. 2 എക്സാമ്പിൾ മാത്രമേ ഞാൻ ചെയ്യില്ല. 3 മാർക്ക് ശരി, 5 മാർക്കിന് ശരി, 10 മാർക്ക് ശരി, ഫുൾ ഡ്രഗ്സ് ക്ലാസിഫിക്കേഷൻ ആയി വരച്ചു വെച്ചു. ബോക്സ് ആയി ഫുള്ള്. ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഫുൾ എക്സാമ്പിൾസ് പഠിക്കണമെന്നില്ല. എല്ലാ സബ് ഹെഡിങ്ങിന്റെ 2 എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ മതി. 2 പറ്റണില്ലേ, സമയമില്ലേ, 1 എങ്കിലും വെച്ച് പഠിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും 2 എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ച ക്ലാസിഫിക്കേഷന്റെ എല്ലാം വൃത്തിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 എക്സാമ്പിൾ വീതം എല്ലാ സബ് ഹെഡിങ്ങിലും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ എല്ലാത്തിനും ക്ലാസിഫിക്കേഷൻ ഫുള്ള് കളർ. എനിക്ക് പിന്നെ ആരും പറഞ്ഞിരുന്നത് കളറൊന്നും കാണില്ല, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. ഞാൻ മൊത്തത്തിൽ കളറൊക്കെ കൊടുത്ത് ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ കളർ ബോക്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത്, ഫാർമക്കോളജി ക്ലാസിഫിക്കേഷൻസ് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനേയും കാട്ടി ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചു പോകുന്നതിനേയും കാട്ടിയും നമുക്കൊരു കമ്പൈൻ സ്റ്റഡി ചെയ്യാണ്, ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കുകയാണ്, ഓക്കെ വാട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ നോക്കി പഠിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരാൾ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മുടെ ബ്രെയിനിലുള്ള സാധനത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. നമ്മളിങ്ങനെ പെരുതി അതിന് ഇത്ര നമ്മൾ പെരുതാൻ തുടങ്ങും. ഇവിടെയും നമ്മൾ വർക്കാവുണ്ട് ആ സമയത്ത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് ഫാർമക്ക് വേറെ സബ്ജക്റ്റ് ഞാൻ കമ്പൈൻ സ്റ്റഡി പറയില്ല, പക്ഷേ എനിക്കെല്ലാം കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഫാർമക്ക് ഈ ക്ലാസിഫിക്കേഷൻസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ അതൊന്നുമല്ല. ക്ലാസിഫിക്കേഷൻസ് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പഠിക്കാൻ ഒരുമിച്ചുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങളെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് അവരുമായിട്ട് കമ്പൈൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കേസ്. അപ്പോൾ എനിക്ക് ഇത്രയും മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇതൊന്ന് കുറേ സമയമായി എല്ലാവരും ബോൾ ചത്തൊന്നും ഉന്തി കേട്ടിട്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടതെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ഇപ്രാവശ്യം ഒരു പോൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് വോട്ട് ചെയ്യും. അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഒരു പാർട്ട് 2 ജനുവരി 19 ശേഷം പ്രതീക്ഷിച്ചു. ബിക്കോസ് എൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാൻ പാടില്ലല്ലോ. അപ്പം കൺഫേം ചെയ്തിട്ട് മാത്രമേ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ BDS പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ ഫാമിലി ഉണ്ടെങ്കിലോ ഡെന്റൽ സ്റ്റുഡൻസിന് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ടു ദം ടു. എല്ലാവരും ഒരുമിച്ച് പഠിച്ച് പാസ്സാവട്ടെ. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരും ഒരുമിച്ച് പഠിച്ച് പാസ്സാവട്ടെ. അത്ര കഷ്ടപ്പെട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. എല്ലാവരും പാസ്സാവട്ടെ. അതുവരേക്കും ബൈ ബൈ.